സക്സസ് ഫയലിൻ്റെ ഈ ഒരു ക്ലാസ്സിലൂടെ PSC ബുള്ളറ്റിൻ്റെ വിശേഷാൽ പതിപ്പിൽ നിന്നുമുള്ള ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഈ ഒരു സീരീസിലെ ആദ്യത്തെ ക്ലാസ്സുകൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവർ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം: ഏത് വർഷമാണ് ഇന്ത്യ ഗവൺമെൻറ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അല്ലെങ്കിൽ കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ആക്ട് പാസ്സാക്കിയത്? 2000-ലാണ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പാസ്സാക്കിയത്. ക്രയോജനിക് ഡാഷിനെ കുറിച്ചുള്ള പഠനമാണ്. ക്രയോജനിക് ഡാഷിനെ കുറിച്ചുള്ള പഠനമാണ്. കുറഞ്ഞ ഊഷ്മാവ്, വളരെ കുറഞ്ഞ ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനമാണ് ക്രയോജനിക്. മത്സ്യം അഴുകാതിരിക്കാൻ വ്യാപകമായി ഐസിൽ ചേർക്കുന്ന വിഷവസ്തു. മത്സ്യം അഴുകാതിരിക്കാൻ വ്യാപകമായിട്ട് ഐസിൽ ചേർക്കുന്ന വിഷവസ്തു. ഫോർമാൽഡിഹൈഡ്. ഫോർമാൽഡിഹൈഡ്. വിറ്റാമിൻ B9 രാസപരമായി അറിയപ്പെടുന്നത് എങ്ങനെ? വിറ്റാമിൻ B9 രാസപരമായി അറിയപ്പെടുന്നത് എങ്ങനെ? ഫോളിക് ആസിഡ്. ഫോളിക് ആസിഡ് എന്നാണ് വിറ്റാമിൻ B9 അറിയപ്പെടുന്നത്. ചൂട്, തണുപ്പ്, മർദ്ദം, സ്പർശം ഈ 4 സംവേദങ്ങളെയും ഒരുപോലെ ഗ്രഹിക്കാൻ കഴിയുന്ന ജ്ഞാനേന്ദ്രിയം. ത്വക്ക്. ത്വക്കാണ് ചൂട്, തണുപ്പ്, മർദ്ദം, സ്പർശം ഈ 4 സംവേദങ്ങളെയും ഒരുപോലെ ഗ്രഹിക്കാൻ കഴിയുന്ന ജ്ഞാനേന്ദ്രിയം. ജീവമണ്ഡലം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ. ജീവമണ്ഡലം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ. എഡ്വേർഡ് സ്വസ്. എഡ്വേർഡ് സ്വസ്. ലോകസഭയുടെ മുൻഗാമി. ലോകസഭയുടെ മുൻഗാമി എന്ന് അറിയപ്പെടുന്നത്. സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി. സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ് ലോകസഭയുടെ മുൻഗാമി എന്ന് അറിയപ്പെടുന്നത്. ഡൽഹിക്ക് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടന അനുച്ഛേദം. ഡൽഹിക്ക് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടന അനുച്ഛേദം. 239A. 239A. IUCN എന്ന അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ സംരക്ഷണ സംഘടനയുടെ ആസ്ഥാനം. IUCN എന്ന അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ സംരക്ഷണ സംഘടനയുടെ ആസ്ഥാനം. സ്വിറ്റ്സർലാൻഡ്. സ്വിറ്റ്സർലാൻഡ്. പിങ്ക് ഐ എന്നറിയപ്പെടുന്ന രോഗം. പിങ്ക് ഐ എന്നറിയപ്പെടുന്ന രോഗം. കോൺജക്റ്റിവൈറ്റിസ്. കോൺജക്റ്റിവൈറ്റിസ് ആണ് പിങ്ക് ഐ എന്നറിയപ്പെടുന്ന രോഗം. സൂര്യാസ്തമയത്തിന് ശേഷവും അന്തരീക്ഷത്തിലെ ചൂട് നിലനിർത്തുന്നത്. സൂര്യാസ്തമയത്തിന് ശേഷവും അന്തരീക്ഷത്തിലെ ചൂട് നിലനിർത്തുന്നത്. ഭൗമവികിരണം. ഭൗമവികിരണമാണ് സൂര്യാസ്തമയത്തിന് ശേഷവും അന്തരീക്ഷത്തിലെ ചൂട് നിലനിർത്തുന്നത്. ഓർഗൻ ഓഫ് കോർട്ടി എന്നത് ഏത് അവയവവുമായി ബന്ധപ്പെട്ടതാണ്? ഓർഗൻ ഓഫ് കോർട്ടി എന്നത് ഏത് അവയവവുമായി ബന്ധപ്പെട്ടതാണ്? ചെവി. ചെവി. അന്നപഥത്തിൽ കാണപ്പെടുന്ന ബാക്ടീരിയകൾ ഉൽപ്പാദിപ്പിക്കുന്ന വിറ്റാമിൻ. അന്നപഥത്തിൽ കാണപ്പെടുന്ന ബാക്ടീരിയകൾ ഉൽപ്പാദിപ്പിക്കുന്ന വിറ്റാമിൻ. വിറ്റാമിൻ കെ. വിറ്റാമിൻ കെ ആണ് അന്നപഥത്തിൽ കാണപ്പെടുന്ന ബാക്ടീരിയകൾ ഉൽപ്പാദിപ്പിക്കുന്ന വിറ്റാമിൻ. അക്രോമെഗാലി എന്ന വൈകല്യം ഏത് ഹോർമോണിന്റെ അമിത ഉൽപാദനം മൂലം ഉണ്ടാകുന്നു? അക്രോമെഗാലി എന്ന വൈകല്യം ഏത് ഹോർമോണിന്റെ അമിത ഉൽപാദനം മൂലം ഉണ്ടാകുന്നു? സൊമാറ്റോട്രോപിൻ. സൊമാറ്റോട്രോപിൻ. സൗരോർജത്തിൽ പറന്ന ആദ്യ വിമാനം. സൗരോർജത്തിൽ പറന്ന ആദ്യത്തെ വിമാനം. ഇമ്പൾസ് 2. ഇമ്പൾസ് 2 ആണ് സൗരോർജത്തിൽ പറന്ന ആദ്യ വിമാനം. വൈദ്യുതി കടത്തിവിടുന്നതും എന്നാൽ വൈദ്യുത വിശ്ലേഷണത്തിന് വിധേയമാകാത്തതുമായ പദാർത്ഥം. വൈദ്യുതി കടത്തിവിടുന്നതും എന്നാൽ വൈദ്യുത വിശ്ലേഷണത്തിന് വിധേയമാകാത്തതുമായ പദാർത്ഥം. മെർക്കുറി. മെർക്കുറി. ഇന്ത്യൻ റിപ്പബ്ലിക്കിലെ സിവിൽ സർവീസ് ബോർഡിന്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ. ഇന്ത്യൻ റിപ്പബ്ലിക്കിലെ സിവിൽ സർവീസ് ബോർഡിന്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ. ക്യാബിനറ്റ് സെക്രട്ടറി. ക്യാബിനറ്റ് സെക്രട്ടറി. ലക്കഡ്വാല കമ്മിറ്റി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലക്കഡ്വാല കമ്മിറ്റി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദാരിദ്ര്യരേഖ. ദാരിദ്ര്യരേഖ.
കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദങ്ങൾ. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദങ്ങൾ. ആർട്ടിക്കിൾ 245 to 263. ആർട്ടിക്കിൾ 245 to 263. ക്രിമിനൽ ഗൂഢാലോചനയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ പീനൽ കോഡിലെ വകുപ്പ്. ക്രിമിനൽ ഗൂഢാലോചനയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ പീനൽ കോഡിലെ വകുപ്പ്. 120A. 120A. ഇന്ത്യയിൽ ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആക്ട് പാസാക്കിയ വർഷം. ഇന്ത്യയിൽ ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആക്ട് പാസാക്കിയ വർഷം. 1994. 1994. DNA തന്മാത്രയിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് ഏത്? DNA തന്മാത്രയിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് ഏത്? യുറാസിൽ. യുറാസിൽ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലമായ മോസിൻഡ്രം ഏതിൽ ഉൾപ്പെടുന്നു? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലമായ മോസിൻഡ്രം ഏതിൽ ഉൾപ്പെടുന്നു? ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ക്ലൈമറ്റ്. ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ക്ലൈമറ്റ്. വടക്ക് താപ്തി മുതൽ തെക്ക് കന്യാകുമാരി വരെ നീളുന്ന മലനിര ഏത്? വടക്ക് താപ്തി മുതൽ തെക്ക് കന്യാകുമാരി വരെ നീളുന്ന മലനിര ഏത്? പശ്ചിമഘട്ടം. പശ്ചിമഘട്ടം. ഡെസ്റ്റിനേഷൻ ഫ്ലൈവേസ് ഉൾപ്പെടുന്ന ഇന്ത്യയിലെ ഒരേയൊരു തടാകം. ഡെസ്റ്റിനേഷൻ ഫ്ലൈവേസിൽ ഉൾപ്പെടുന്ന ഇന്ത്യയിലെ ഒരേയൊരു തടാകം. ചിൽക്ക തടാകം. ചിൽക്ക തടാകം. പോക്സോ നിയമം എന്നാൽ? പോക്സോ നിയമം എന്നാൽ? പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ്. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ദക്ഷിണാർദ്ധഗോളത്തിൽ സ്ഥിതി ചെയ്തിരുന്ന വൻകരയുടെ പേര്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ദക്ഷിണാർദ്ധഗോളത്തിൽ സ്ഥിതി ചെയ്തിരുന്ന വൻകരയുടെ പേര്. ഗോഡോന ലാൻഡ്. ഗോഡോന ലാൻഡ്. താരഹാരം ആരുടെ രചനയാണ്? താരഹാരം ആരുടെ രചനയാണ്? ഉള്ളൂർ. ഉള്ളൂർ. നാഫ്തലിൻ ഗുളികകൾ തുറന്നു വച്ചിരുന്നാൽ ക്രമേണ ഇല്ലാതാകുന്നതിന് കാരണം. ഉത്പതനം. ഉത്പതനം. ബ്ലാക്ക് ഫുഡ് ഡിസീസ് ഉണ്ടാക്കുന്നത് എന്ത് കാരണമാണ്? ബ്ലാക്ക് ഫുഡ് ഡിസീസ് ഉണ്ടാകുന്നത് എന്ത് കാരണമാണ്? ആഴ്സനിക്. ആഴ്സനിക്. ആവർത്തന പ്രതിപതന ഫലമായി തുടർച്ചയുണ്ടാകുന്ന മുഴക്കം. ആവർത്തന പ്രതിപതന ഫലമായി തുടർച്ചയായി ഉണ്ടാകുന്ന മുഴക്കം. അനുരണനം. അനുരണനം. എന്ത് കണ്ടെത്താനാണ് ഗീഗർ മുള്ളർ കൗണ്ടർ എന്ന ഉപകരണം ഉപയോഗിക്കുന്നത്? എന്ത് കണ്ടെത്താനാണ് ഗീഗർ മുള്ളർ കൗണ്ടർ എന്ന ഉപകരണം ഉപയോഗിക്കുന്നത്? റേഡിയേഷൻ. റേഡിയേഷൻ. നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം. നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം. വിവരാവകാശ നിയമം. വിവരാവകാശ നിയമമാണ് ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം. ഇന്ത്യൻ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന രീതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം. ഇന്ത്യൻ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന രീതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം. 55. 55. എവിടെ വളരുന്ന സസ്യങ്ങളാണ് ഓക്സിലോഫൈറ്റുകൾ എന്നറിയപ്പെടുന്നത്? എവിടെ വളരുന്ന സസ്യങ്ങളാണ് ഓക്സിലോഫൈറ്റുകൾ എന്ന് അറിയപ്പെടുന്നത്? അമ്ല സ്വഭാവമുള്ള മണ്ണിൽ വളരുന്ന സസ്യങ്ങളാണ് ഓക്സിലോഫൈറ്റുകൾ എന്ന് അറിയപ്പെടുന്നത്. ഒരു ആറ്റത്തിൽ എണ്ണത്തിൽ തുല്യമായ കണങ്ങൾ ഏതെല്ലാം? ഒരു ആറ്റത്തിൽ എണ്ണത്തിൽ തുല്യമായ കണങ്ങൾ ഏതെല്ലാം? പ്രോട്ടോൺ, ഇലക്ട്രോൺ. പ്രോട്ടോണും ഇലക്ട്രോണുമാണ് എണ്ണത്തിൽ തുല്യമായ കണങ്ങൾ. കടത്തനാട്ട് മാധവിയമ്മ എന്തിന്റെ പത്രാധിപ സ്ഥാനമാണ് വഹിച്ചത്? കടത്തനാട്ട് മാധവിയമ്മ എന്തിന്റെ പത്രാധിപ സ്ഥാനമാണ് വഹിച്ചത്? മുരളി. മുരളി. എൻ്റെ പൂർവകാല സ്മരണകൾ എന്ന ആത്മകഥ രചിച്ചത് ആര്? എൻ്റെ പൂർവകാല സ്മരണകൾ എന്ന ആത്മകഥ രചിച്ചത് AK ഗോപാലൻ. AK ഗോപാലൻ. 1848 കല്ലായിയിൽ പ്രൈമറി സ്കൂൾ ആരംഭിച്ചത്. 1848 കല്ലായില് പ്രൈമറി സ്കൂൾ ആരംഭിച്ചത്.
ബേസൽ ഇവാഞ്ചലിക്കൻ മിഷൻ. ബേസൽ ഇവാഞ്ചലിക്കൻ മിഷൻ. മാതങ്കി എന്ന താഴ്ന്ന സമുദായക്കാരിയായ യുവതി കഥാപാത്രമായ കുമാരനാശാന്റെ രചന. മാതങ്കി എന്ന താഴ്ന്ന സമുദായക്കാരിയായ യുവതി കഥാപാത്രമായ കുമാരനാശാന്റെ രചന. ചണ്ടാല ഭിക്ഷുകി. ചണ്ടാല ഭിക്ഷുകി. ഏത് മാസികയിലാണ് ഉണ്ണുനീലി സന്ദേശം ആദ്യമായി പ്രസിദ്ധീകരിച്ചത്? ഏത് മാസികയിലാണ് ഉണ്ണുനീലി സന്ദേശം ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത്? രസികരഞ്ജിനി. രസികരഞ്ജിനി. കുര്യാക്കോസ് ഏലിയാസ് ചാവറാച്ചൻ ജ്ഞാനസ്നാനം ചെയ്തത് ഏത് പള്ളിയിലാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറാച്ചൻ ജ്ഞാനസ്നാനം ചെയ്തത് ഏത് പള്ളിയിലാണ്? ചേന്നങ്കരി. ചേന്നങ്കരി. ചിന്തിപ്പിക്കുന്ന കവിതകൾ ആരുടെ രചനയാണ്? ചിന്തിപ്പിക്കുന്ന കവിതകൾ ആരുടെ രചനയാണ്? വേലുക്കുട്ടി അരയൻ. വേലുക്കുട്ടി അരയൻ. കേരളത്തിലെ സോക്രട്ടീസ് എന്നറിയപ്പെട്ടത്. കേരളത്തിലെ സോക്രട്ടീസ് എന്ന് അറിയപ്പെട്ടത്. മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭൻ. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ജാതീയതയുടെ ചിഹ്നമായ കല്ലുമാല അറുത്തുമാറ്റാൻ സ്ത്രീകളോട് ആവശ്യപ്പെട്ടത്? അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ജാതീയതയുടെ ചിഹ്നമായ കല്ലുമാല അറുത്തുമാറ്റാൻ സ്ത്രീകളോട് ആവശ്യപ്പെട്ടത്? കൊല്ലം. കൊല്ലം. നിത്യചൈതന്യയതി ആരുടെ ശിഷ്യനാണ്? നിത്യചൈതന്യയതി ആരുടെ ശിഷ്യനാണ്? നടരാജഗുരു. നടരാജഗുരു. ഇന്ത്യയിൽ 1000 രൂപ നോട്ടുകൾ പിൻവലിച്ച തീയതി. ഇന്ത്യയിൽ 1000 രൂപ നോട്ടുകൾ പിൻവലിച്ച തീയതി. 2016 നവംബർ 8. 2016 നവംബർ 8. ഉത്തര പശ്ചിമ റെയിൽവേയുടെ ആസ്ഥാനം. ഉത്തര പശ്ചിമ റെയിൽവേയുടെ ആസ്ഥാനം. ജയ്പൂർ. ജയ്പൂർ. ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ബക്ര നംഗൽ പ്രോജക്റ്റ് ആരംഭിച്ചത്? ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ബക്ര നംഗൽ പ്രോജക്റ്റ് ആരംഭിച്ചത്? ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് ബക്ര നംഗൽ പ്രോജക്റ്റ് ആരംഭിച്ചത്. കൂടുതൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.